ലോകശക്തിയായ അമേരിക്കയുടെ സർവ്വസന്നാഹങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ബ്രഹ്മാസ്ത്രം അല്ലെങ്കിൽ വലിയ അധിനിവേശത്തിന്റെ കനത്ത പ്രഹരമാണ് ഇപ്പോൾ നൽകുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ വരുന്ന ഏതൊരു ശത്രുവിനെയും മണ്ണിൽ തൊടാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനത്തിലാണ് ഇറാൻ ഭരണകൂടമുള്ളത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ കർശനമായിട്ടുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് മുന്നോട്ട് പോയ യുടെ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് മിസൈൽ തൊടുത്തുവിട്ടതോടെ പശ്ചിമേഷ്യൻ മണ്ണ് യുദ്ധത്തിന്റെ തീക്കടലായിട്ട് മാറിക്കഴിഞ്ഞു. ഇതോടെ തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ ശത്രുക്കളുടെ കളി നടപ്പില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഇറാൻ ലോകത്തിനു മുന്നിൽ നൽകിയിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള മൂന്നാം രാത്രിയും ഇറാന്റെ മണ്ണിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വൻ ബോംബാക്രമണം നടത്തിയിട്ടും ഇറാന്റെ പോരാട്ട വീര്യത്തെ തളർത്താൻ വാഷിംഗ്ടണിനായിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. ഇറാന്റെ സൈനിക നേതൃത്വം തകർന്നുവെന്നും കമാൻഡർ മുജ്തബ ഖമേനിയുടെ 90% ശക്തി ഇല്ലാതായുമെന്നുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ വെറും വ്യാജ പ്രചാരണം മാത്രമാണെന്ന് വിളിച്ചുകൊണ്ട് ഇറാൻ തള്ളിക്കളഞ്ഞ് ആക്രമണം നടത്തുകയാണ്. ട്രംപിന്റെ പൊള്ളയായിട്ടുള്ള ഭീഷണികൾക്ക് മറുപടി എന്നോണം കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങളിലേക്ക് ഇറാന്റെ അത്യാധുനിക മിസൈലുകൾ തുരുതുര പതിക്കുകയാണ്. അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള പേട്രിയോറ്റ് വ്യോമ പ്രതിരോധ സംവിധാനവും ഈ ഹിമാസ് മിസൈൽ ലോഞ്ചറുകളും ഇറാന്റെ ഡ്രോൺ പ്രഹരത്തിൽ കത്തി അമർന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അൽ ജസീറ പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ഒരു കടുത്ത സൈനിക സമ്മർദ്ദങ്ങളെ പുല്ലുപോലെ കണക്കാക്കാൻ ഇറാന് കരുത്ത് നൽകുന്നത് ആഗോള ശക്തികളായിട്ടുള്ള റഷ്യയുടെയും ചൈനയുടെയും ശക്തമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള പിന്തുണയാണ്. ആണവ യുദ്ധത്തിന്റെ കനത്ത സാഹചര്യങ്ങളിൽ പോലും ആകാശത്തിരുന്ന് സൈന്യത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള റഷ്യയുടെ വിനാശകാരിയായിട്ടുള്ള ഒരു കമാൻഡ് വിമാനം ഇപ്പോൾ ടെഹ്റാനിൽ പറന്നിറങ്ങിയത് അമേരിക്കയും സഖ്യകക്ഷികളെയും ഒന്നുകൂടി ഞെട്ടിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളായിട്ടുള്ള ചൈന ഇറാന്റെ എണ്ണ കപ്പലുകൾക്ക് സുരക്ഷിത പാത ഉറപ്പു നൽകിയതോടെ അമേരിക്കൻ ഉപരോധങ്ങളുടെ മുനയൊടിക്കാൻ ഇറാന് തടസ്സമില്ലാതെ സാധിക്കുന്നു എന്നതാണ്. ലോകത്തിന്റെ ഊർജ കവാടമായിട്ടുള്ള ഈ ഹോർമൂസ് കടലിടുക്കിന് മേൽ ഇറാൻ പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ആഗോള എണ്ണ വിപണിയിൽ അമേരിക്കയുടെ പതനം ആരംഭിച്ചതായാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതെല്ലാവരും ഒന്നും ചർച്ച ചെയ്യുന്നില്ല, വാർത്തയാക്കുന്നില്ല. എങ്കിലും ഈ യുദ്ധം കടുക്കുമ്പോൾ വലിയ നാശനഷ്ടം ഇറാൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അവസ്ഥ അങ്ങനെ അല്ല എന്നാണ് ഈ രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാന്റെ ശക്തമായിട്ടുള്ള ഉപരോധത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ഒറ്റടിക്ക് $83 കുതിച്ചുയർന്നു. ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവം ദൗർഭാഗ്യകരമാണ് എങ്കിലും ഇറാന്റെ സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നവർക്ക് ഈ മണ്ണിൽ രക്ഷയുണ്ടാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. അമേരിക്ക ആക്രമണം നിർത്തിയാൽ പോലും തങ്ങൾ ലക്ഷ്യം കാണാതെ മിസൈലുകൾ താഴ്ത്തില്ല എന്ന ഇറാന്റെ കടുത്ത പ്രഖ്യാപനം പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ അപ്രമാദിത്വം അവസാനിക്കുന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. ഈ അമേരിക്കൻ അധിനിവേശനത്തിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനവുമായിട്ട് ഇറാൻ നടത്തുന്ന സമാനതകളില്ലാത്ത പ്രത്യാക്രമണങ്ങൾ പശ്ചിമേഷ്യൻ മണ്ണിൽ പുതിയൊരു ചരിത്രം കുറിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 രാത്രികളിൽ തെക്കൻ ഇറാനിലെ തീരദേശ നഗരങ്ങളിൽ അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ നാശം വിതയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെയെല്ലാം അതിശക്തമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെയാണ് ഇറാൻ പ്രതിരോധിച്ചത്. ശത്രുവിന്റെ ഓരോ നീക്കത്തിനും 100 ഇരട്ടി പ്രഹരം തിരികെ നൽകിക്കൊണ്ട് ഇറാന്റെ IRGC ഈ രംഗത്തെത്തുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അത് ഗൾഫ് മേഖലയും US സൈനിക താവളങ്ങളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇറാന്റെ സൈനിക ലീഡർഷിപ്പ് തകർന്നുവെന്നും കമാൻഡർ മുജ്തബ ഖമേനിയുടെ കമാൻഡ് ശൃംഖലയുടെ 90% ഇല്ലാതാക്കിയെന്നുമുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ വെറും പൊള്ളയാണെന്ന് ഇറാൻ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ട്രംപിന്റെ ഈ ഒരു വ്യാജ പ്രചാരണങ്ങൾക്ക് മറുപടിയായിട്ട് കുവൈറ്റിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബഹ്റിനിലും അതീവ സുരക്ഷിതമായിട്ടുള്ള US താവളങ്ങളിലേക്ക് ഇറാന്റെ മിസൈലുകൾ കൃത്യമായിട്ട് പതിച്ചു. ഇപ്പോൾ ഒമാനിലും UAE-യിലും ആ ഒരു ഒമാന്റെ അടുത്തുള്ള ആ ഒരു UAE-യിലെ എണ്ണക്കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഈ കുവൈറ്റിലെ പ്രധാനമായിട്ടുള്ള അലി അൽ സാലിം US താവളങ്ങളിലെ അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള
പേട്രിയോട്ട് വ്യോമ പ്രതിരോധ സംവിധാനവും 2 ഹിമാസ് മിസൈൽ ലോഞ്ചറുകളും മിലിറ്ററി ഇന്ധന ടാങ്കറുകളും ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ കത്തിയമർന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അമേരിക്കയുടെ സാങ്കേതിക മികവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ബന്ദർ അബ്ബാസ് തുറമുഖത്തിന് മുകളിലൂടെ പറന്ന US നിർമ്മിത ചാവേർ ഡ്രോൺ ആയിട്ടുള്ള ലൂക്കാസ് ഇറാൻ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടു. ഇതോടൊപ്പം ബഹ്റിനിലെ ഷെയ്ഖ് ഈസ US താവളത്തിന് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായിട്ടുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. തങ്ങളുടെ മണ്ണിൽ തൊട്ട് കളിച്ചാൽ അമേരിക്കയുടെ ഒരു താവളങ്ങളും സുരക്ഷിതമായിരിക്കില്ല എന്ന് തെളിയിക്കുന്നതാണ് ഗൾഫ് മണ്ണിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന US സൈനിക കേന്ദ്രങ്ങളുടെ നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, യുദ്ധം തുടങ്ങിയപ്പോൾ ആദ്യം കുവൈറ്റിലും ബഹ്റിനിലും മാത്രമായിരുന്നു യുദ്ധമുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ബഹ്റിൻ, കുവൈറ്റും ഒതുങ്ങാതെ ഒമാൻ, ജോർദാൻ, അതുപോലെ തന്നെ ഖത്തർ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. UAE-യിലേക്ക് ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ സഖ്യത്തിന് കനത്ത പ്രഹരം ഏൽപ്പിച്ച് ആഗോള ശക്തിയായിട്ടുള്ള റഷ്യ ഇറാന് പരസ്യ പിന്തുണയുമായിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങിയത് ഇറാന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഇനി ആണവ യുദ്ധത്തിന്റെ കനത്ത സാഹചര്യങ്ങളിൽ പോലും ആകാശത്തിരുന്ന് സൈന്യത്തെ തടസ്സമില്ലാതെ നിർദ്ദേശങ്ങൾ നൽകാൻ ശേഷിയുള്ള രീതിയിലുള്ള വിമാനമൊക്കെ ഇപ്പോൾ ടെഹ്റാനിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇറാനുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും ഈ 2 രാജ്യങ്ങൾ നേരിടുന്നുണ്ട്. ഇനി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, അമേരിക്കയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം മാത്രമല്ല, തങ്ങളുടെ രാജ്യത്തിനകത്തുണ്ടാകുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. അതായത് ഇസ്രായേൽ അടിയന്തരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുങ്ങുന്നു. ഈ നവംബർ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ്, അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ നടക്കുന്നത്. കാരണം അവിടുത്തെ തെരഞ്ഞെടുപ്പും കൂടി നോക്കി കാണണം. ഈ സെനറ്റ് അംഗങ്ങളൊക്കെ അനുകൂലിക്കാതെ ഈ ട്രംപിനെതിരെ വരുന്നതൊക്കെ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. എന്തായാലും ആ ഒരു കാര്യം കൂടി നടക്കുമ്പോൾ ഈ പശ്ചിമേഷ്യയിൽ ഇറാന്റെ ഒരു വിജയവും അവിടെ കൈവരിക്കുന്നുണ്ട് എന്നതാണ്. കാരണം ഈ 2 രാജ്യങ്ങളിലെ ജനങ്ങളും ആ 2 നേതാക്കന്മാരെയും വെറുക്കുന്നു, പ്രക്ഷോഭങ്ങൾ നടത്തുന്നു, പ്രതിഷേധങ്ങൾ നടക്കുന്നു, തെരുവിൽ ഇറങ്ങുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മറുവശത്തും നടക്കുന്നുണ്ട്. യുദ്ധം മാത്രമല്ല, അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇരു രാജ്യത്തിനകത്തും ഉണ്ടാകുന്നു. 20 വർഷമായിട്ട് പ്രധാനമന്ത്രിയായിരിക്കുന്ന ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ മടുത്തു തുടങ്ങി. ഇപ്പൊ ഈ പ്രശ്നവും കൂടിയായി, ഈ യുദ്ധത്തിന്റെ കാര്യങ്ങളുടെ, ഈ പലസ്തീൻ വിഷയം, ഇറാൻ വിഷയമൊക്കെ വരുമ്പോഴത്തേക്കും അവർ വലിയ രീതിയിൽ തന്നെ ഇതിനെ നോക്കി കണ്ടുകൊണ്ട് ഈ പ്രധാനമന്ത്രിയെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് വേണ്ട, ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വെറുക്കുന്ന രീതിയിലേക്ക് അവിടുത്തെ ജനങ്ങൾ ഈ പ്രക്ഷോഭമായിട്ട് നിരത്തിലിറങ്ങുന്നതൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല, അവർ ഇറാനൊപ്പമാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. ഇനി അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയിലെ ജനങ്ങൾ ട്രംപിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നതാണ്. അങ്ങനെ ഈ 2 രാജ്യങ്ങളിലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതും നോക്കി കാണേണ്ടതുണ്ട്. ഇത് വിജയമായിട്ട് എടുക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. എന്തായാലും ഇറാന്റെ കർശനമായിട്ടുള്ള സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതിയെങ്കിൽ അവിടെ തെറ്റി. അവിടെ വലിയ ആക്രമണങ്ങൾ നടക്കുമെന്ന് തെളിയിക്കുന്നതായിരുന്നു UAE-യിൽ നടന്ന ആ ഒരു കപ്പൽ ആക്രമണം എന്ന് പറയുന്നത്. അൽബം, ബാസ്, അൽ ബഹിയ എന്നീ 2 വൻകിട എണ്ണ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത്. അവിടെ ലക്ഷ്യം കണ്ടു എന്നാണ് ഇറാൻ പറയുന്നത്. ഇനി ഈ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും കപ്പലുകൾക്ക് തീപിടിക്കുകയും ചെയ്ത ഒരു ദൗർഭാഗ്യകരമാണെങ്കിലും ഇറാന്റെ പരമാധികാരത്തെയും അല്ലെങ്കിൽ ഇറാന്റെ നീക്കത്തെ ഒന്നും തന്നെ, അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യത്തെയും ആർക്കും പിടിച്ചടക്കാൻ കഴിയില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശം കൂടിയാണ് നൽകുന്നത്. ഈ ലോക ഊർജ്ജ ആവശ്യത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്ന ഹോർമുസ് ജലപാത ഇറാൻ അടയ്ക്കുകയും തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളായിട്ടുള്ള അവർക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. ഇനി ഗൾഫ് മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം, പ്രവാസി മലയാളികളടക്കം നിരവധി പേരാണ് അവിടെ യാത്ര ചെയ്യുന്നതും താമസിക്കുന്നതും ഓരോ കാര്യങ്ങൾക്കായിട്ട് നിൽക്കുന്നതും പഠിക്കുന്നതും. ഈ വ്യാപാരങ്ങൾ അല്ലെങ്കിൽ വ്യവസായികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, ബിസിനസ് പരമായിട്ടൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു തിരിച്ചടി ആകുമെന്നതാണ് മറ്റൊരു കാര്യം. കാരണം ഹോർമുസ് കടലിടുക്കിലെ കപ്പലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അവർ എണ്ണയല്ലാതെ മറ്റ് കൃഷിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അവർക്കില്ല. അപ്പോൾ ഈ ഫുഡ്, മരുന്ന് കാര്യങ്ങൾ ഉൾപ്പെടെ ഈ മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ ഈ ഹോർമുസ് പൂർണ്ണമായിട്ടും അടഞ്ഞു കിടന്നാൽ അവിടുത്തെ ജനജീവിതത്തെ ബാധിക്കും. വലിയ പട്ടിണിയിലേക്കൊക്കെ പോകാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും ഈ ഒരു മഹായുദ്ധത്തെ, ലോക മഹായുദ്ധത്തിന്റെ ഭീതിയിലേക്ക് നയിക്കുന്നത് ഇരു വിഭാഗം ഉയർത്തുന്ന ആണവായുധ ഭീഷണികളാണ്.
ഇറാന്റെ പ്രധാന ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായ പിക്കാസ് മൗണ്ടൻ ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങൾ തകർക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ ഒരു ആണവ ഭീഷണികളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഇറാൻ തങ്ങളുടെ ആണവ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണെന്നും ഏത് തരത്തിലുള്ള ആക്രമണത്തെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്നും വേണ്ടി വന്നാൽ അവരും ആണവായുധം ഉപയോഗിക്കുമെന്നും കൂടി ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ ഒരൊറ്റ മിസൈൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ പാഞ്ഞു വന്നാൽ മിനിറ്റുകൾക്കകം ഇസ്രയേലിലെയും ഗൾഫിലെയും US താവളങ്ങളിലെ ആണവ തന്ത്രപ്രധാന മേഖലകൾ ചാരമാക്കുമെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ സൈന്യമുള്ളത്. അതായത് ഇറാന്റെ ഈ ഒരു കടുത്ത നിലപാടുകൾക്ക് പിന്നിൽ റഷ്യയുടെ ആണവ പ്രതിരോധത്തിന്റെ വലിയ തണലുമുണ്ട്. ആണവ യുദ്ധം ഉണ്ടായാൽ പോലും തകരാത്ത റഷ്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഡൂംസ്ഡേ കമാൻഡ് വിമാനം ടെഹ്റാനിൽ എത്തിയത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കാവലൊരുക്കാനാണ്. അങ്ങനെ ബുഹഷർ ആണവ നിലയത്തിന് നേരെ ഇറാന്റെ മറ്റ് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയോ അമേരിക്കൻ സഖ്യം കൈവച്ചാൽ റഷ്യ തങ്ങളുടെ ആണവായുധ ശേഷി ഉപയോഗിച്ച് നേരിട്ട് യുദ്ധത്തിൽ ഇടപെടേണ്ടി വരുമെന്ന കടുത്ത താക്കീത് വ്ളാഡിമിർ പുടിൻ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ചൈനയും റഷ്യ ഒക്കെ വരുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും ഇറാൻ ഒരു വിജയമായിട്ട് മാറുകയാണ്. എന്തായാലും യുദ്ധം കനക്കുകയാണ്, പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ എത്ര ദിവസമായിരിക്കും അല്ലെങ്കിൽ എത്ര നാൾ കൂടി ഈ ഒരു യുദ്ധം പോകും എന്നതാണ് നോക്കിക്കാണേണ്ടത്. കാരണം യുദ്ധം പോകുന്നതനുസരിച്ച് ലോകം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും പട്ടിണിയിലേക്കും പോകുമെന്നതിൽ സംശയമില്ല. അത്തരം മുന്നറിയിപ്പുകൾ ലോകാരോഗ്യ സംഘടനകളും ഈ സാമ്പത്തിക വിദഗ്ധരും ഒക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതൊക്കെ നോക്കിക്കണ്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ചെറിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവപ്പെടൂ. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഓരോ ദിവസവും അടിക്ക് തിരിച്ചടി എന്ന രീതിയിലാണ് പോകുന്നത് എങ്കിൽ നമ്മളുടെ ജീവിതം എല്ലാം തന്നെ ദുസ്സഹമാകുന്ന രീതിയിലായിരിക്കും കാര്യങ്ങളുടെ വരവ് എന്ന് പറയുന്നത്.